ഡൽഹി സ്പിന്നറുടെ അവസാന പന്ത് മുന്നോട്ട് കയറി ഉയർത്തിയടിച്ച സജന പന്ത് അതിർത്തി കടത്തിയതോടെ സ്റ്റേഡിയം ഒന്നാകെ അവിശ്വസനീയതയോടെ പൊട്ടിത്തെറിച്ചു. ഒറ്റ രാത്രി കൊണ്ടൊരാൾ താരമാകുക എന്നത് കേട്ടുകേൾവി മാത്രമാണ്. എന്നാൽ മാനന്തവാടിയിലെ സാധാരണമായൊരു ഓട്ടോറിക്ഷ ഡ്രൈവറുടെ മകൾ ഒറ്റ രാത്രി കൊണ്ട് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ മിന്നും താരമായി മാറിയിരിക്കുകയാണ്. ഇതിനു മുമ്പ് സഞ്ജു സാംസണും മിന്നു മണിയും വിഷ്ണു വിനോദും ശ്രീശാന്തും ടിനു യോഹന്നാനുമൊക്കെ തിളങ്ങിയ ഇന്ത്യൻ പ്രീമിയർ ലീഗിലേക്കാണ് 29-കാരിയെ സജന മാച്ച് വിന്നറായി മടന്നു കയറിയത്. ഇന്നലെയായിരുന്നു വനിതാ പ്രീമിയർ ലീഗിന്റെ 2ാം സീസണിലെ ഉദ്ഘാടന മത്സരം. ഷാരൂഖ് ഖാൻ ആടിത്തിമിർത്ത ഉദ്ഘാടന പരിപാടികൾക്ക് ശേഷം നിലവിലെ ചാമ്പ്യന്മാരായ മുംബൈ ഇന്ത്യൻസും ഡൽഹി ക്യാപിറ്റൽസും തമ്മിലായിരുന്നു ആദ്യ മത്സരം. ആദ്യം ബാറ്റ് ചെയ്ത ഡൽഹി ഉയർത്തിയ വിജയലക്ഷ്യം തേടി ബാറ്റിംഗിനിറങ്ങിയ ഹർമൻപ്രീത് കൗർ സംഘവും മികച്ച രീതിയിലാണ് ബാറ്റ് ചെയ്തത്. അവസാന പന്തിൽ വിജയിക്കാൻ 5 റൺസ് വേണ്ടിയിരുന്നപ്പോഴാണ് മലയാളി താരം സജന സജീവൻ ക്രീസിലെത്തിയത്. ഡൽഹി സ്പിന്നറുടെ അവസാന പന്ത് മുന്നോട്ട് കയറി ഉയർത്തിയടിച്ച സജന പന്ത് അതിർത്തി കടത്തിയതോടെ സ്റ്റേഡിയം ഒന്നാകെ അവിശ്വസനീയതയോടെ പൊട്ടിത്തെറിച്ചു. നേരിട്ട ഒരു പന്തിൽ 6 റൺസ് എടുത്ത് സജന പുറത്താകാൻ നിന്നു. മത്സരശേഷം മുംബൈ ഇന്ത്യൻസിന്റെ സഹതാരം യസ്തിക ഫാട്ടിയ സജന സജീവനെ വിശേഷിപ്പിച്ച് ഞങ്ങളുടെ ബ്ലേഡി പൊള്ളാട് എന്നാണ്. 1998 ജനുവരി 4 വയനാട് മാനന്തവാടിയിലാണ് സജന സജീവൻ ജനിച്ചത്. സാമ്പത്തികപരമായി ഒരു ഇടത്തരം കുടുംബത്തിലാണ് സജന ജനിച്ചത്. നിലവിൽ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ കളിക്കുന്ന 2ാമത്തെ ആദിവാസി വിഭാഗത്തിലെ ക്രിക്കറ്ററാണ് സജന. മുമ്പിൽ ഡൽഹി താരം മിന്നു മണിയും വനിതാ പ്രീമിയർ ലീഗിൽ അരങ്ങേറ്റം കുറിച്ചിരുന്നു. ക്രിക്കറ്റ് യാത്രയിൽ ഒരുപാട് വെല്ലുവിളികളും ഈ താരത്തിന് നേരിടേണ്ടി വന്നു. സച്ചിനയുടെ പിതാവ് ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറായിരുന്നു. തുടക്കകാലത്ത് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ നൽകിയ 150 രൂപ ദിവസ അലവൻസ് ആയിരുന്നു സച്ചിനയുടെ മുഖ്യ വരുമാനം. ഇപ്പോൾ 15 ലക്ഷം രൂപയ്ക്കാണ് ലേലത്തിൽ സജനയെ മുംബൈ സ്വന്തമാക്കിയത്.